കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്ക് ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു സമരത്തിൽ ഒരു പ്രതികരണം ഒന്ന് കേൾക്കണം. SFIയുടെ കൊടിതോരണം കാണുമ്പോ, SFIയുടെ ഫ്ലക്സ് കാണുമ്പോ, SFIയുടെ പതാക കാണുമ്പോ ഒരു ജാതിരി കുരിശ് കാണുന്ന പ്രേതത്തെ പോലെ ഈ തെണ്ടി കുറെ ദിവസമായി ചാലക്കുടി അങ്ങാടിയില് തൊടല് പൊട്ടിച്ച വേപ്പട്ടിയെ പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ പട്ടിയോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, തെരുവ് പട്ടിയെ തല്ലുന്നത് പോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഈ പട്ടിയെ ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന SFI ആണ്. അതിന് ഞങ്ങൾക്ക് ആരുടെയും അകമ്പടി വേണ്ട. CR നീലകണ്ഠൻ, അത് ചാലക്കുടി ITI തെരഞ്ഞെടുപ്പിൽ SFI ജയിക്കുന്നു. പോലീസിന്റെ മുന്നിൽ കൂടി പ്രകോപനം ഉണ്ടാക്കാൻ ഹെൽമറ്റ് ഇല്ലാതെ ഒന്നല്ല പലയാവർത്തി ബൈക്ക് ഇരപ്പിക്കുന്നു SFI പ്രവർത്തകർ. ഹെൽമറ്റ് ഇല്ലാത്തതിന് പോലീസ് അവിടെ ഫൈൻ അടിക്കുന്നു. CR നീലകണ്ഠൻ കിടന്ന പോലീസ് ജീപ്പിൽ കയറി അടിച്ചു പൊളിച്ച് ബീക്കൺ ലൈറ്റും വലിച്ചെറിഞ്ഞ് ഗുണ്ടാവാഴ്ച പിന്നെ നമ്മൾ കണ്ടു ദൃശ്യങ്ങൾ ഇതാ പ്രേക്ഷകർ കാണുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത നിതിൻ പുല്ലനെ CPM ഏരിയ നേതാക്കളെത്തി മോചിപ്പിച്ച് ഓട്ടോയിൽ കയറ്റി വിടുന്നു. അന്ന് രാത്രി മൊത്തം പോലീസ് തിരഞ്ഞ പുല്ലനുള്ള ഹോസ്റ്റലിൽ പോയപ്പോൾ DYSP CPM നേതാക്കൾ വക മർദ്ദനം. ഒടുവിൽ DYSP ഓഫീസിൽ CPM ഏരിയ കമ്മിറ്റി നേതാക്കൾ പോലീസുമായി ചർച്ച, ധാരണയാവുന്നു. ഘട്ടം ഘട്ടമായി പ്രതികളെ കൊടുക്കാം എന്നാണ് ധാരണ. ഇപ്പോൾ ഗഡുക്കളായി ആ പ്രതികളെ കൊടുക്കുകയാണ്. പോലീസിന് പൂർണ്ണ തൃപ്തി അക്കാര്യത്തിലുണ്ട്. ഈ പുല്ലനെ നിതിൻ പുല്ലനെ മോചിപ്പിച്ച ഏരിയ നേതാവ് ഇപ്പോഴും അറസ്റ്റിലുമല്ല, ഒന്നുമല്ല കേട്ടോ. CR നീലകണ്ഠൻ, അപ്പോൾ രണ്ടു നീതി വളരെ പ്രകടമായി സംസ്ഥാനത്ത് അരങ്ങേറുന്നു എന്നുള്ളത് ഒരു ബ്ലഡ് ചില്ലിംഗ് എഫക്ട് ഉണ്ടാക്കുന്നുണ്ടോ താങ്കൾക്ക് CR? CRലേക്ക് ഞാൻ എത്താമെന്ന് ഓഡിയോ പ്രശ്നമുണ്ട്. അഡ്വക്കേറ്റ് ഹസ്കർ, ഇപ്പോൾ സ്തുതിപ്പാട്ടുകളുടെ കാലമാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ നരസിംഹത്തിലാണെന്ന് തോന്നുന്നു. അരണിയിൽ നിന്നും ജ്വാല കണക്കെ, ജലതിയിൽ നിന്നും മുങ്ങിപ്പൊങ്ങുന്നേ, ഭ്രമണപഥത്തിൽ കത്തിപ്പടരുന്നേ, ധ്യാനം ധേയം നരസിംഹം ഫോർമാറ്റിൽ സ്തുതിപ്പാട്ടുകളുടെ കാലമാണ്. മാത്രമല്ല EP ജയരാജൻ പറയുന്നുണ്ട് എന്താണ് അതിന് കുഴപ്പം എന്ന് ചോദിക്കണം. അപ്പോൾ പാർട്ടിയുടെ അറിവോടുകൂടി, പാർട്ടിയുടെ അംഗീകാരത്തോടു കൂടി ആ സ്തുതികൾ മുഴങ്ങുകയാണ്. സ്തുതികൾ മുഴക്കാത്തവരെ, വിയോജിപ്പിന്റെ ശബ്ദമുയർത്തുന്നവരെ, സമരമായി രംഗത്തിറങ്ങുന്നവരുടെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തന അറസ്റ്റ് കേരള ചരിത്രത്തിൽ ആദ്യമല്ലെങ്കിലും ഇത്തരത്തിൽ അമ്മയുടെ മുന്നിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ വലിച്ചിഴച്ച മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ നിന്ദ്യമായ രീതിയിൽ ഒരു ഭീകരനെ പോലെ ട്രീറ്റ് ചെയ്യും എന്ന കൃത്യമായ സൂചനയല്ലേ, കൃത്യമായ വഴിത്തിരിവല്ലേ ഇന്ന് കേരളം കണ്ടത് ഹസ്കർ? ഈ കേസിന്റെ നാൾവഴികളും അങ്ങ് പരിശോധിക്കും. സെക്രട്ടേറിയറ്റ് തടയിൽ നടന്ന അന്നത്തെ ദൃശ്യങ്ങൾ അങ്ങ് കണ്ടില്ലെന്നാണോ? ദൃശ്യങ്ങളുണ്ടെന്നേ. ഞാൻ അങ്ങയിലേക്ക് വന്നതാണ്, മതിയായ സമയം നൽകിയതാണ്. ചോദ്യം അങ്ങയോട് ഹസ്കറിനോടാണ്, അങ്ങ് അസഹിഷ്ണുമാവല്ലേ? ചോദ്യം സജീഷിനോടല്ല, ഹസ്കറിനോടാണ്. ഹസ്കറിന് മറുപടി പറയാൻ അറിയാം. സജീഷിലേക്ക് ഞാൻ എത്താം. ചോദ്യം ഹസ്കറിനോടാണ്. അങ്ങ് അസഹിഷ്ണുവാവല്ലേ സജീഷേ? അങ്ങ് ദയവേത് അസഹിഷ്ണുത കാണിക്കല്ലേ. അങ്ങ് അല്പസമയം സഹിഷ്ണുവായിരിക്കൂ. താങ്കൾക്ക് മതിയായ സമയം സംസാരിക്കാൻ നൽകാം. താങ്കൾ ദയവേത് അല്പസമയം അസഹിഷ്ണുത കാണിക്കാതെ സഹിഷ്ണുത കാണിച്ചിരിക്കൂ. ശ്രീ SK സജീഷ് വിനയാന്വിതനായി പറയുകയാണ്, അല്പസമയം കാണിച്ചിരിക്കൂ. അല്പസമയം സഹിഷ്ണുത കാണിച്ചിരിക്കൂ. എന്താണ് പറഞ്ഞ കളവ്? എന്താണ് പറഞ്ഞ കളവ്? പറയുന്നതോ അമ്മയുടെ മുന്നിലിട്ട് വലിച്ചടച്ച് അതിഭീകരമായ അമ്മയുടെ മുന്നിട്ട് അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അമ്മയുടെ മുന്നിട്ട് കൊണ്ടുപോയി വീട്ടിൽ നിന്ന്, അമ്മയുടെ വീട്ടിൽ നിന്ന് മുന്നിൽ നിന്ന് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ? അമ്മയുടെ മുന്നിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഇന്നലെ കൊല്ലം കലോത്സവത്തിനുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇന്നലെ കൊല്ലം കലോത്സവത്തിനുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. തിരുവനന്തപുരത്തെ സമരഭവങ്ങളിലൊക്കെ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പൊ ഒന്ന് അറസ്റ്റ് ചെയ്യാതെ അമ്മയുടെ മുന്നിട്ട് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് സന്ദേശമാണ്. നാടകം നടത്തിയ പോലീസാണ്. ഒരു സന്ദേശവും നാടകം നടത്തിയ പോലീസാണ്. നാടകം നടത്തിയത് പോലീസാണ്. ശരി, എന്റെ ചോദ്യം ഹസ്കറിനോടാണ്. എന്റെ ചോദ്യം ഹസ്കറിനോടാണ്. അങ്ങ് അടങ്ങണം. അങ്ങ് ദയവേത് അല്പസമയം വഴങ്ങണം. എന്റെ ചോദ്യം ഹസ്കറിനോടാണ്. എന്റെ ചോദ്യം ഹസ്കറിനോടാണ്. താങ്കൾ അല്പസമയം സഹിഷ്ണുവായിരിക്കണം സജീഷ്. അങ്ങേക്ക് പൊള്ളലുണ്ടാകും സജീഷ്. നിങ്ങളുടെ പോലീസ് പറയുന്നത് ചെയ്യുമ്പോൾ പൊള്ളലുണ്ടാകും. നിങ്ങളുടെ പോലീസ് കേന്ദ്ര സർക്കാർ നടത്തുന്ന സംഘപരിവാറിലെ പോലീസ് കണക്കെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പരിവാർ ആകുമ്പോൾ അത് കേൾക്കുമ്പോൾ പൊള്ളലുണ്ടാകും. കാര്യം താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താൻ ചോദ്യം ഹസ്കറിനോടാണ്. എന്റെ ചോദ്യം ഹസ്കറിനോടാണ്. താങ്കളിലേക്ക് വരാൻ ഞാൻ സജീഷ്, താങ്കളിലേക്ക് വരാൻ ഞാൻ
താങ്കൾ ഇത്ര അസഹിഷ്ണുവാവല്ലേ, ഇൻടോളറന്റ് ആവല്ലേ സജീഷേ, കേരളത്തിൽ ഇൻടോളറന്റ് ആവല്ലേ സജീഷേ, ഇൻടോളറന്റ് ആവല്ലേ സജീഷേ, ഇൻടോളറന്റ് ആവല്ലേ സജീഷേ. അല്പസമയം ക്ഷമയോടുകൂടി കാത്തിരിക്ക്, താങ്കളിലേക്ക് തന്നെ വരാം. ഒരു മിനിറ്റ് ശരി, ഒറ്റ മിനിറ്റ്. സിയാന് കേൾക്കാവോ? സിയാന് കേൾക്കാവോ? സിയാന് കേൾക്കാവോ? സിയാറിന് രാവിലെ മുതൽ അല്ല, സജീഷ് മാത്രം പറഞ്ഞാൽ മതി, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പറയൂ. അദ്ദേഹത്തിന് പറയേണ്ടത് പറഞ്ഞു തീർക്കട്ടെ. മിനിറ്റ് അദ്ദേഹം പറയും, ഞങ്ങൾക്ക് 2 സജീഷ് പറഞ്ഞു പൂർത്തിയാക്കും. സജീഷ് എത്ര കൂടുതൽ പറയുന്നു അത്രയും അവർക്ക് ദോഷമായി വരും, അത്രയും ഞാൻ പറയുന്നുള്ളൂ. മറ്റുള്ളവരെ അനുവദിക്കാതിരിക്കുന്നത് സജീഷ് പറഞ്ഞു പൂർത്തിയാക്കും. എനിക്ക് അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാൻ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം ഞാൻ വസ്തുതാപരമായി കേരളത്തിൽ ഇന്ന് ആദ്യമായി ഞാൻ പറയട്ടെ. അല്ല, നിങ്ങൾ പറയണ്ട, നിങ്ങൾ മാത്രം പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇടപെടുന്നൊന്നുമില്ല. പക്ഷെ ചില കാര്യങ്ങൾ അല്ല, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കൂ. നിങ്ങൾ 45 മിനിറ്റ് 50 മിനിറ്റോ പറയുമൊന്നുമില്ല. പക്ഷെ ഈ ചർച്ചയുടെ എന്താണെന്ന് നമുക്കറിയാം. ആള് കേൾക്കുന്നുണ്ടല്ലോ. താങ്കൾ ഇങ്ങനെ അസഹിഷ്ണുമായി നമ്മുടെ ചർച്ചയെ അലമ്പാക്കല്ലേ സജീഷ്, പ്ലീസ്. ഈ ചർച്ച ഇങ്ങനെ നിരന്തരം ഇടപെട്ട് അലമ്പാക്കല്ലേ, ഞാൻ അഭ്യർത്ഥിക്കുകയാണ് താങ്കളോട്. ഈ ചർച്ച ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുന്ന ഞാൻ അഭ്യർത്ഥിക്കുകയാണ് താങ്കളോട്. താങ്കളുടെ സമയത്ത് പറ, താങ്കളുടെ സമയത്ത് പറ, അതല്ലേ ജനാധിപത്യം. താങ്കളുടെ സമയത്ത് പറ, അതല്ലേ ജനാധിപത്യം. താങ്കൾക്ക് മതിയായ സമയം ആദ്യഘട്ടം മുതൽ തരുന്നുണ്ടല്ലോ സജീഷ്. രാജ്യത്തെ സംഭവമാണ്. താങ്കൾ സജീഷ് ഒരു പൊടിക്ക് നടങ്ങ് പ്ലീസ്, ഒരു പൊടിക്ക്. താങ്കളുടെ സമയത്ത് താങ്കൾ പറ. ഇവിടെ ബാക്കി ചർച്ചയിൽ ബാക്കി 3 പേരുണ്ട്, അവർക്ക് താങ്കൾക്ക് മതിയായ സമയം ഞാൻ തരുന്നുണ്ട് സജീഷ്. 25 ഇപ്പോ താങ്കൾ വെറുതെ ഇടപെട്ട്. ശരി, അതല്ല ഒന്നും കേരളം കേൾക്കരുത്. താങ്കൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ചർച്ച അലമ്പാക്കാൻ അജണ്ടയെങ്കിൽ അതങ്ങ് പറ സജീഷ്. താങ്കൾ വെറുതെ അവിടെ ഇപ്പോ മൈക്ക് മ്യൂട്ടാക്കാത്ത ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ്. മൈക്ക് മ്യൂട്ടാക്കാത്ത ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് മൈക്ക് മ്യൂട്ടാക്കുക. താങ്കൾ ഈ 9 മണി വരെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും ഞാൻ മൈക്ക് മ്യൂട്ടാക്കില്ല. ഇവിടെ ജനാധിപത്യം ഉണ്ട് സജീഷേ. ഇല്ല, ഞാൻ ചെയ്യില്ല, അത് ഞാൻ ചെയ്യില്ല. ഇവിടെ ജനാധിപത്യം ഉണ്ട്. നിങ്ങളുടെ സർക്കാരിനെ പോലെയല്ല, നിങ്ങളുടെ സർക്കാരിനെ പോലെയല്ല. ഇവിടെ ജനാധിപത്യം ഉണ്ട്. അതുകൊണ്ട് ഞാൻ മൈക്ക് മ്യൂട്ടാക്കില്ല. ഞാൻ മൈക്ക് മ്യൂട്ടാക്കില്ല. ഇവിടെ പ്രതിപക്ഷ ബഹുമാനം ഉണ്ട്, അല്ലാതെ പ്രതിപക്ഷത്തെ വേട്ടയാടലില്ല സജീഷ്. അതുകൊണ്ട് മൈക്ക് മ്യൂട്ടാക്കില്ല, ക്യാമറ ഓഫ് ആക്കില്ല, പേടിക്കല്ലേ. ഒന്നും ഉണ്ടാവില്ല. ശരി, ഓക്കെ, ഡൺ.